വെൽക്കം ബാക്ക് സ്റ്റുഡൻസ്. ടാലന്റ് ഇൻഫോസിസ് ഒരുക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കോറൽ ഡ്രോയിലെ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഷേപ്പിംഗ് ആൻഡ് റീഷേപ്പിംഗ് ആൻഡ് ഷേപ്പ്. ഒന്നിലധികം ഷേപ്പുകൾ ജോയിൻ ചെയ്ത് വെച്ചിട്ട് ആ ഷേപ്പുകളിൽ നിന്ന് നമുക്കൊരു ന്യൂ ഷേപ്പ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതിനെ വെൽഡ് ചെയ്തും ഡ്രിം ചെയ്തൊക്കെ നമുക്ക് ഒരു ന്യൂ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഷേപ്പിംഗ് ആൻഡ് റീഷേപ്പിംഗ് ഒബ്ജക്റ്റ് ആണ്. അതായത് നമ്മൾ കുറച്ച് ഷേപ്സ് പ്ലേസ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് നമുക്കൊരു ന്യൂ ഷേപ്പ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് 2-3 ഷേപ്സുകൾ ജോയിൻ ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്ന് വേറൊരു ഷേപ്പ് എങ്ങനെ കട്ട് ചെയ്തെടുക്കാം എന്നൊക്കെ നോക്കാം. സെലക്ട് ചെയ്ത ഒബ്ജക്റ്റിനെ ഷേപ്പ് ചെയ്യാനായി ഉപയോഗിക്കുന്നു. ഇതിനായി അറ്റ്ലീസ്റ്റ് 2 ഒബ്ജക്ട്സ് എങ്കിലും നമ്മൾ സെലക്ട് ചെയ്തിരിക്കണം. ഞാൻ അതിനായിട്ട് ഫസ്റ്റ് ഒരു എലിപ്സ് ടൂൾ എടുത്തതിന് ശേഷം ഒരു സർക്കിൾ വരയ്ക്കുകയാണ്. സർക്കിൾ വരച്ചു. ദെൻ അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുകയാണ്, ഒരു റെക്റ്റാങ്കിൾ ടൂൾ എടുത്തിട്ട് ഒരു റെക്റ്റാങ്കിളും വരച്ചു. ഇനി ഈ 2 ഒബ്ജക്റ്റും ഇപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പർട്ടി ബാർ നോക്കുമ്പോൾ കാണാൻ സാധിക്കും പേപ്പർ സൈസും മെഷർമെൻ്റ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഈ 2 ഷേപ്പും സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്യുമ്പോൾ ആ ഷേപ്പിങ്ങിൻ്റെ ഒബ്ജക്റ്റ് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ എന്തൊക്കെയുണ്ട്? വെൽഡ്, ഡ്രിം, ഇന്റർസെക്റ്റ്, സിംപ്ലിഫൈ, ഫ്രണ്ട് മൈനസ് ബാക്ക്, ബാക്ക് മൈനസ് ഫ്രണ്ട്, ക്രിയേറ്റ് എ ന്യൂ ഒബ്ജക്റ്റ് ദാറ്റ് സറൗണ്ട് ദ സെലക്ടഡ് ഒബ്ജക്റ്റ്, അലൈൻ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട്. ഇത്രയും ഓപ്ഷൻസ് ആണുള്ളത്. അപ്പം ഇതിപ്പോൾ 2 ഒബ്ജക്റ്റ് ആണ്. ഞാനിതിപ്പോൾ ജസ്റ്റ് മൂവ് ചെയ്തെങ്കിൽ എനിക്ക് സർക്കിൾ സെപ്പറേറ്റ്, റെക്റ്റാങ്കിൾ സെപ്പറേറ്റ് വരും. അപ്പോൾ എനിക്കിത് 2 കൂടെ ജോയിൻ ചെയ്ത് വയ്ക്കണം. അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യാം, ഈ 2 ഒബ്ജക്റ്റും സെലക്ട് ചെയ്തതിന് ശേഷം വെൽഡ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. കണ്ടോ? അപ്പോൾ എന്ത് ചെയ്തു, ആ 2 ഒബ്ജക്റ്റും ഒറ്റ ഇതായി. ഞാൻ അൺഡു ഓപ്ഷൻ കൊടുക്കുകയാണ്. ഞാനിതിലൊന്ന് ജസ്റ്റ് കോപ്പി ചെയ്യാനായിട്ട് കോപ്പി ചെയ്തു. അപ്പോൾ ഈ 2 കൂടെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ വെൽഡ് കൊടുക്കുമ്പോൾ അത് 2 കൂടെ സെലക്ട് ആയിട്ട് എന്ത് ചെയ്തു, ഒറ്റ ഒബ്ജക്റ്റ് ആവുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള കളറ് ചൂസ് ചെയ്ത് കൊടുക്കാം. അതല്ലാതെ ഞാനിപ്പോൾ 2-3 റെക്റ്റാങ്കിൾ വരയ്ക്കുകയാണ്. ദെൻ ഇതിനെ എല്ലാം കൂടെ സെലക്ട് ചെയ്യുകയാണ്. ഈ റെക്റ്റാങ്കിൾസ് എല്ലാം കൂടെ ഞാൻ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തിട്ട് വെൽഡ് കൊടുക്കുകയാണ്. കണ്ടോ? അപ്പം അതെല്ലാം കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒറ്റ ഒബ്ജക്റ്റ് ആയിട്ടുണ്ട്. ഇത് ഒറ്റ ഒബ്ജക്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് നമുക്കിപ്പോൾ ക്ലൗഡ് വരയ്ക്കണം. ഇപ്പോൾ എന്തെങ്കിലും ഡിസൈൻ ചെയ്യുന്ന ടൈമിൽ നമുക്കൊരു മേഘത്തിൻ്റെ പിക്ചർ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് കുറേ സർക്കിൾസ് വരയ്ക്കാം. ഫസ്റ്റ് ഇത്രയും സർക്കിൾസ് വരച്ചതിന് ശേഷം ഈ സർക്കിൾ വരച്ച് ഞാനിനി എല്ലാ സർക്കിളും ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം വെൽഡ് ഓപ്ഷൻ കൊടുക്കുന്നു. ഒരിക്കൽ കൂടെ ഓക്കെ. ദെൻ എല്ലാ ഒബ്ജക്റ്റും കൂടെ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തതിനു ശേഷം വെൽഡ് കൊടുക്കുമ്പോഴത്തേക്കും കണ്ടോ, ഇതെല്ലാം കൂടെ ജോയിൻ ചെയ്ത് ഒറ്റ ഒബ്ജക്റ്റ് ആയിട്ടിരിക്കും. ഇനി നമുക്ക് ഇതിൽ എന്തെങ്കിലും ഷേപ്പ് ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഷേപ്പ് ടൂൾ എടുത്തതിന് ശേഷം നമുക്ക് കുറച്ചും കൂടെ എന്ത് ചെയ്യാം, കർവ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കർവ് ചെയ്ത് കൊടുക്കാം. ആ ക്ലൗഡിൻ്റെ അതേ ആ ഒരു മോഡലിലൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ കർവ് കൊടുത്തതിന് ശേഷം നമുക്ക് ചേഞ്ചസ് വരുത്താം. ഇതുപോലെ ഷേപ്സിനെ വെൽഡ് ചെയ്ത് നമുക്ക് ഒറ്റ ഷേപ്പ് ആക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇപ്പം ഞാൻ 2 സർക്കിളാണ് വരയ്ക്കുന്നത്. ഇപ്പോൾ ഒരു സർക്കിൾ വരച്ചു, അടുത്തൊരു സർക്കിൾ കൊടുക്കുകയാണ്. ദെൻ ഇതിനെ ഞാൻ എന്ത് ചെയ്യുക, 2 ഒബ്ജക്റ്റും കൂടെ സെലക്ട് ചെയ്തു. കളർ കൊടുത്തതിന് ശേഷം 2 ഒബ്ജക്റ്റും കൂടെ ഒരേ സൈസ് ആയിട്ടില്ല. ഞാൻ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുകയാണ്. ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് പ്ലേസ് ചെയ്തു. ദെൻ ഈ 2 ഒബ്ജക്റ്റും കൂടെ സെലക്ട് ചെയ്ത് വെൽഡ് കൊടുക്കുകയാണ്.
ലുക്ക്. അതിനുശേഷം എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ നേരത്തെ നമ്മൾ പഠിച്ച കാലിഗ്രഫി ബ്രഷ് എടുത്തതിന് ശേഷം അതിൻ്റെ ആ ഒരു 2 കൊടുത്തു. ഓക്കെ, കളർ ഗ്രീൻ കൊടുത്തു. പിക് ടൂൾ എടുത്തതിന് ശേഷം ദെൻ അടുത്ത് എന്ത് ചെയ്യുകയാണ്, ഈ കാലിഗ്രഫി തന്നെ എടുത്തതിന് ശേഷം ഒരു ലീഫ്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ലീഫ് വരയ്ക്കാനായിട്ട് വേറൊരു മെത്തേഡുണ്ട്. എന്താണ്, ഏത് ടൂൾ യൂസ് ചെയ്യാം? പോളിലൈൻ ടൂള്. ഇപ്പോൾ ലീഫാണ് വരയ്ക്കേണ്ടതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഞാനിപ്പോൾ പോളിലൈൻ ടൂൾ എടുക്കുകയാണ്. പോളിലൈൻ ടൂൾ എടുത്തതിന് ശേഷം ജസ്റ്റ് ഒരു ലീഫ് വരച്ചു കൊടുക്കുക, കളർ ചെയ്യുക. അപ്പോൾ ഒബ്ജക്റ്റ് ക്ലോസ്ഡ് ഒബ്ജക്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഷേപ്പ് ടൂൾ എടുത്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് കൊടുത്തിട്ട് ഓട്ടോ ക്ലോസ് ഓപ്ഷൻ കൊടുക്കുക. നമുക്കിങ്ങനെ ലീഫ് വരച്ച് പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അല്ലെങ്കിൽ വേറെ മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ജസ്റ്റ് ഒരു സർക്കിൾ എടുത്ത് വരയ്ക്കുക. സർക്കിൾ എടുത്ത് വരച്ചതിന് ശേഷം നൈഫ് ടൂൾ എടുത്തത് അതിനെ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. പാർട്ട് മൂവ് ചെയ്യിക്കുക. ദെൻ ഷേപ്പ് ടൂൾ എടുക്കുക. ഷേപ്പ് ടൂൾ എടുത്ത് ഇതിനെ ഡബിൾ ക്ലിക്ക് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, അത് കുറച്ചൊന്ന് സ്ട്രെയിറ്റ് ആവും. ദെൻ പിക് ടൂൾ എടുത്തിട്ട് ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് മിറർ ഇമേജ് കൊടുക്കുക. ദെൻ മൂവ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരുപോലത്തെ ഒരു പൊസിഷനിൽ വരും. ഗ്രൂപ്പ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ചെറുതാക്കി കൊടുക്കുക. സെലക്ട് ചെയ്തിട്ട് കളർ കൊടുക്കുക. ഓക്കെ, ഇതിപ്പം ഓക്കെ ആയില്ലേ. ഇനി ഇതിന് നമുക്ക് സെലക്ട് ചെയ്തിട്ട് എന്ത് കൊടുക്കാം, ഗ്രൂപ്പ് ചെയ്യാം. അറേഞ്ച് മെനുവിലാണ് ഗ്രൂപ്പ് ഓപ്ഷൻ, Ctrl+G. ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്പിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇതിന് നമുക്കിനി ഔട്ട്ലൈൻ വേണമെന്നുണ്ടെങ്കിൽ എന്ത് കൊടുക്കുക, റൈറ്റ് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്ലൈൻ വരും. ഓക്കെ, അടുത്ത ഓപ്ഷൻ എന്ന് പറയുമ്പോൾ വെളിയിൽ തന്നെ ട്രിം എന്ന് പറയുന്ന ടൂളാണ്. അപ്പോൾ സെയിം ഞാൻ നേരത്തെ കോപ്പി ചെയ്ത് വെച്ചിട്ടുള്ള ഒബ്ജക്റ്റ് ഞാൻ പേസ്റ്റ് ചെയ്തു. ഞാനിവിടെ പ്ലേസ് ചെയ്യുകയാണ്. ഒരു സർക്കിളും ഒരു റെക്റ്റാങ്കിളും. ദെൻ ഈ രണ്ട് ഒബ്ജക്റ്റും കൂടെ സെലക്ട് ചെയ്തു. അതിനുശേഷം ഏതോ കൊടുക്കുകയാണ്, ട്രിം കൊടുക്കുകയാണ്. അപ്പോൾ ട്രിം കൊടുക്കുമ്പോഴത്തേക്കും എന്താ പറ്റിയത്, ഇത് രണ്ട് പാർട്ടായി എന്ന് പറയുമ്പോൾ ഇതിന് താഴോട്ടുള്ള ഭാഗം എന്തായിട്ടുണ്ട്, കട്ടായി ട്രിം ആയിട്ടുണ്ട്. ഒരിക്കൽ കൂടെ പറഞ്ഞുതരാം. ഇത് ഇങ്ങനെയായിരുന്നേ. അപ്പോൾ ഈ ഒരു പാർട്ട് എനിക്ക് വേണ്ട, ഈ ഒരു റൗണ്ടും വേണം, ഈ ഒരു ലൈനും വേണം. അപ്പോൾ അകത്തോട്ടിരിക്കുന്ന ആ ഒരു പാർട്ട് പോകും. ഞാൻ എന്ത് കൊടുത്തു, ട്രിം കൊടുത്തു. ട്രിം കൊടുത്തപ്പോൾ എനിക്ക് ഈ ഒരു ഗോപുരം മോഡലിൽ കിട്ടും. എനിക്ക് ഇഷ്ടമുള്ള കളർ എന്ത് ചെയ്യാം, ചൂസ് ചെയ്ത് കൊടുക്കാം. ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം
ഇഷ്ടമുള്ളൊരു കളർ കൊടുക്കാം. നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. ഇത് ഞാൻ ട്രിം ചെയ്ത ഒബ്ജക്റ്റാണ്. ഇത് ഞാൻ എന്താ ചെയ്തത്, വെൽഡാണ് കൊടുത്തത്. ഇനി നെക്സ്റ്റ് വീണ്ടും ഞാൻ കോപ്പി ചെയ്ത് വെക്കുകയാണ്. പ്ലേസ് ചെയ്തതിന് ശേഷം അടുത്ത ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഇന്റർസെക്റ്റ് ആണ്. അപ്പൊ ഇന്റർസെക്റ്റ് കൊടുക്കുമ്പോഴത്തേക്ക് ആ ജോയിൻ ചെയ്ത പോർഷൻ എനിക്ക് കിട്ടും കേട്ടോ. അത് രണ്ടിലും കൂടെ കോമൺ ആയിട്ട് വരുന്ന ആ ഒരു പോർഷൻ എനിക്ക് അവിടെ നിന്ന് കിട്ടും. അതിനായിട്ട് ഇന്റർസെക്റ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പൊ ഞാനത് 2 സർക്കിൾ വെച്ച് ചെയ്യുകയാണ്. ഇപ്പൊ ഞാൻ സർക്കിൾ വരച്ചു, അതിനെ കോപ്പി ചെയ്ത് ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്തു. ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ട്രിം കൊടുക്കുകയാണെങ്കിൽ എന്താണ് കണ്ട, ട്രിമ്മായിട്ട് എനിക്ക് ഈ ഒരു മൂൺ ഷേപ്പ് കിട്ടും. ഇത് ഞാൻ ട്രിം ചെയ്തതാണ്. ഇനി ഞാൻ ഇന്റർസെക്റ്റ് കൊടുക്കുകയാണ്. കോപ്പി ചെയ്തതിന് ശേഷം 2 ഒബ്ജക്റ്റും സെലക്ട് ചെയ്തു. 2 ഒബ്ജക്റ്റും സെലക്ട് ചെയ്തിട്ട് എന്തോ കൊടുക്കുകയാണ്, ഇന്റർസെക്റ്റ് കൊടുക്കുമ്പോൾ ഈ 2 ഒബ്ജക്റ്റിലും കോമൺ ആയിട്ട് വരുന്ന പോർഷൻ എനിക്ക് കിട്ടും. ലുക്ക് കണ്ടോ, ഈ ഒരു പോർഷൻ എനിക്ക് ഒറ്റ ഇതായിട്ട്. ഇത് നമുക്കിപ്പോൾ പിക്ചേഴ്സൊക്കെ വരയ്ക്കുമ്പോൾ ഇപ്പോൾ ഫ്ലവർ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു പോർഷൻ മതി. അതിനുശേഷം എന്ത് ചെയ്യാം, ഒരു കളർ ചൂസ് ചെയ്തതിന് ശേഷം കളർ കൊടുത്തു, അതിൻ്റെ ബോർഡറിന് ഒരു കളർ കൊടുത്തു, ഹെയർ ലൈനിൻ്റെ വിഡ്ത്ത് കൂട്ടി കൊടുത്തു. ഇനി ഞാനിവിടെ ഡ്യൂപ്ലിക്കേറ്റ് ഓപ്ഷൻ എനിക്ക് യൂസ് ചെയ്യാം. ഞാനൊരു റൊട്ടേറ്റ് ഓപ്ഷനിൽ ഒരു 25 ആംഗിൾ കൊടുക്കുകയാണ്. 25 കൊടുക്കുമ്പോൾ എത്രയാണെന്ന് നോക്കുകയാണ്. ഈ ഒരു മോഡലിൽ എനിക്ക് റൊട്ടേറ്റ് ചെയ്യും. ഞാനിവിടെ കോർണർ കൊടുത്തു, ഈ ഒരു കോർണർ കൊടുത്തു, അപ്ലൈ ഡ്യൂപ്ലിക്കേറ്റ് കണ്ടോ കളർ. ഇനി നമുക്കിതിങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഇതിനെ ഒന്ന് കമ്പൈൻ ചെയ്യാം. അതായത് സെലക്ട് ചെയ്തതിന് ശേഷം ആ ഒരു ഒബ്ജക്റ്റ് അത്രയും സെലക്ട് ചെയ്തിട്ട് അറേഞ്ച് മെനുവിൽ കമ്പൈൻ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കണം. അപ്പോൾ എല്ലാം കൂടെ കണ്ടോ ജോയിന്റ് ആയിട്ട് നിൽക്കുന്നത്, ആ ഒരു അതിന്റെ ഇന്റർസെക്ഷൻ പോയിന്റുകളെല്ലാം ജോയിന്റ് ആയി നിൽക്കും. നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. ദെൻ ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒറ്റ ഒബ്ജക്റ്റ് ആയിട്ട് മൂവ് ആവത്തില്ല. നമുക്ക് ഇഷ്ടമുള്ള കളർ വേണമെങ്കിൽ ചൂസ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇങ്ങനെ കൊടുക്കുന്ന ടൈമിൽ ഈ ഒരു വൈറ്റ് പോർഷൻ വരുന്നുണ്ട്. ആ വൈറ്റ് പോർഷനിൽ ഇപ്പോൾ കളർ ഫില്ല് ആകുന്നില്ല. അവിടെ നമുക്ക് കളർ ഫില്ല് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ ഫിൽ ഓപ്ഷൻ ഉണ്ട്, സ്മാർട്ട് ഫിൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. സ്മാർട്ട് ഫിൽ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഒരു കളർ പാലറ്റ് ഉണ്ട്. നമുക്ക് ഇവിടെ ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം. അവിടെ എന്ത് കളർ ഫില്ല് ചെയ്യണം ആ ഒരു കളർ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ക്ലിക്ക് ചെയ്യുന്ന അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു വൈറ്റ് പോർഷനിലും കളർ കൊടുക്കാനായിട്ട് സാധിക്കും. വേറെ കളർ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, ഇതിനെ മൂവ് ചെയ്യുകയാണ്. ഗ്രൂപ്പ് ആയില്ല കറക്റ്റായിട്ട്. ഓക്കെ, ഇപ്പം ഗ്രൂപ്പ് ആയിട്ടുണ്ട്. നമുക്ക് 2 ഒബ്ജക്റ്റ് എടുത്തതിന് ശേഷം ഇതിൻ്റെ ആ ഒരു കുറച്ച് പോർഷൻ നമുക്ക് വേണം. അതിനായിട്ട് എന്ത് ചെയ്യാം, എനിക്കിപ്പോൾ ഈ ഒരു പോർഷനാണ് വേണ്ടത്, ഇത്രയും പോർഷൻ എനിക്ക് വേണം. അപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് രണ്ട് ഓപ്ഷനും കൂടെ 2 ഒബ്ജക്റ്റും സെലക്ട് ചെയ്യുക. ഫസ്റ്റ് 2 ഒബ്ജക്റ്റും സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഏതാ കൊടുക്കണേ, ഇന്റർസെക്റ്റ് കൊടുക്കുമ്പോഴത്തേക്കും ആ ഒരു പോർഷൻ നമുക്കിവിടെ കിട്ടും. അങ്ങനെ ഞാനൊന്ന് റൊട്ടേറ്റ് ചെയ്യുകയാണ്. നമുക്കൊരു ബോളിന്റെ ഒരു ഷേപ്പ് നമുക്ക് വരയ്ക്കണം എങ്കിൽ എന്ത് ചെയ്യാം, നമുക്കിതിനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം ഒരു സർക്കിൾ വരച്ചു. എനിക്കൊരു ഹാഫ് സർക്കിൾ, അത് ഹാഫ് സർക്കിൾ ആയാലും വരയ്ക്കാം, ഇതിലും ചെയ്യാം. നമുക്ക് ഏതാണോ നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നുന്നത് ആ മെത്തേഡിൽ ചെയ്യാം. എനിക്കിപ്പോൾ ജസ്റ്റ് ഒരു കർവ് കൊടുത്തു. അതിനുശേഷം ഞാൻ ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുകയാണ്. ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാനായിട്ട് പ്ലസ് സൈൻ കൊടുത്തു, ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു, മിറർ ഇമേജ് കൊടുക്കുക. ഓക്കെ, ലുക്ക് എനിക്ക് കളർ ചൂസ് ചെയ്ത് കൊടുക്കാം.
ഇനി ഇത് രണ്ടിൻ്റെയും കൂടെ ഒരു പോർഷൻ എനിക്ക് വേണം എങ്കിലോ ഞാനിപ്പോൾ ഒരു സർക്കിൾ എടുത്തതിന് ശേഷം സെലക്ട് ചെയ്തു, ഞാൻ വേറൊരു കളർ കൊടുത്തു. ദെൻ ഈ 3 ഒബ്ജക്റ്റും കൂടെ ഞാൻ സെലക്ട് ചെയ്തിട്ട് ഇന്റർസെക്ഷൻ ഓപ്ഷൻ കൊടുക്കുകയാണ്. ഈ ഒരു പോർഷൻ ആയിരിക്കും എനിക്കപ്പോൾ കിട്ടുന്നത്. നമുക്ക് ഈ ഒരു പോർഷൻ വെച്ചിട്ടും എന്ത് ചെയ്യാം, അതിൻ്റെ റീഷേപ്പ് ചെയ്തതിന് ശേഷം ഫ്ലവർ മോഡലിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു ഷേപ്പിനെ നമുക്ക് ഫ്ലവർ ക്രിയേറ്റ് ചെയ്യാം. ഡ്യൂപ്ലിക്കേറ്റ് ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് ഫ്ലവർ ചെയ്യാം. എങ്ങനെയാ? സെലക്ട് ചെയ്തതിന് ശേഷം 25 ഡിഗ്രി ആംഗിൾ ഈ ഒരു കോർണർ പൊസിഷൻ കൊടുക്കുക, അപ്ലൈ ടു ഡ്യൂപ്ലിക്കേറ്റ്. അതിൻ്റെ ബോർഡറിൻ്റെ ലൈൻ ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. ബോർഡർ ലൈൻ മാറ്റി കൊടുക്കുന്നു. ആ ഹെയർ ലൈൻ്റെ വിത്തും ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുത്തു. ഓക്കെ, അതായത് നമുക്കിതിനെ കുറച്ചും കൂടെ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുകയാണ്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഫുൾ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം Ctrl+L കൊടുത്ത് കമ്പൈൻ ചെയ്യുക. അപ്പോൾ ആ ഇന്റർസെക്ഷൻ പോയിന്റുകളെല്ലാം ജോയിൻ ചെയ്ത് വരും. കുറച്ചും കൂടെ പിക്ചർ കുറെ കൂടെ ഭംഗിയായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ആ ഷേപ്പ് വരച്ചിട്ട് രണ്ട് ഒബ്ജക്റ്റും കൂടെ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ വെൽഡ് നോക്കി, ട്രിം നോക്കി, ഇന്റർസെക്ട് നോക്കി. അടുത്ത ഓപ്ഷൻ പോലെ സിംപ്ലിഫൈ ആണ്. സിംപ്ലിഫൈ കൊടുക്കുമ്പോഴത്തേക്കും എന്താണ്, എനിക്ക് താഴത്തെ പോർഷൻ്റെ ഈ ഒരു പോർഷൻ കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും. കണ്ടോ? അപ്പോൾ അതിൻ്റെ ടോപ്പിലുള്ള പോർഷൻ മാറ്റിയിട്ട് ഇപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്തിട്ട് രണ്ട് ഒബ്ജക്റ്റ് കൂടെ സെലക്ട് ചെയ്തതിന് ശേഷം സിംപ്ലിഫൈ കൊടുക്കുകയാണ്. സിംപ്ലിഫൈ കൊടുക്കുമ്പോഴത്തേക്കും കണ്ടോ, ഇങ്ങനെ എനിക്ക് കട്ട് ചെയ്തൊരു പോർഷൻ കിട്ടും. ഞാനിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്തെന്ന് വെച്ചോ, സെലക്ട് ചെയ്ത് രണ്ട് ഒബ്ജക്റ്റ് കൂടെ സെലക്ട് ചെയ്ത് സിംപ്ലിഫൈ കൊടുക്കുകയാണ്. ഇതിനെ ഈ ഒരു മോഡലിൽ എനിക്ക് കട്ട് ചെയ്ത് കിട്ടാനായിട്ട് നമുക്ക് സിംപ്ലിഫൈ ഓപ്ഷൻ കൊടുക്കാം. ഇനി ഞാനിതിനൊരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുകയാണ്. പ്ലസ് സൈൻ കൊടുത്ത് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു. ഈ രണ്ട് ഒബ്ജക്റ്റ് കൂടെ സെലക്ട് ചെയ്തിട്ട് ഞാനിപ്പോൾ സിംപ്ലിഫൈ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡൽ എനിക്ക് കുറച്ചും കൂടെ കറക്റ്റ് മൂൺ ഷേപ്പ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മൂവ് ചെയ്ത് വെച്ചതിന് ശേഷം രണ്ട് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, സിംപ്ലിഫൈ കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റ് ആയിരിക്കും അതിൽ നിന്നും എനിക്ക് റിമൂവ് ആയി കിട്ടുന്നത്. ദെൻ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ രണ്ട് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ട് ഫ്രണ്ട് മൈനസ് ബാക്ക് എന്ന് പറയുമ്പോൾ കണ്ടോ, ഫ്രണ്ടിലിരിക്കുന്നത് അത് ബാക്ക് മൈനസ് ചെയ്തിട്ട് ഫ്രണ്ടിലെ പാർട്ട് കിട്ടും. ഇതല്ലേ ഫ്രണ്ടിലിരിക്കുന്നത്. അപ്പോൾ ഈ ഇത്രയും പാർട്ടായിരിക്കും എനിക്ക് കിട്ടുന്നത് ഏത് ഓപ്ഷൻ കൊടുക്കുമ്പോൾ, ഫ്രണ്ട് മൈനസ് ബാക്ക് കൊടുക്കുമ്പോൾ. അതുപോലെ തന്നെ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ബാക്ക് മൈനസ് ഫ്രണ്ട് ആണ്. ഇപ്പം ഞാൻ ബാക്ക് മൈനസ് ഫ്രണ്ട് കൊടുക്കണമെങ്കിൽ ബാക്കിലെ പോർഷൻ എനിക്ക് കിട്ടും. ഓക്കെ, അപ്പം അതേ സെയിം തന്നെ നമുക്ക് ഈ സിംപ്ലിഫൈ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ ഫസ്റ്റ് വെൽഡിൽ ചെയ്തതുപോലെ ആ ഒരു ഷേപ്പ് ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നത്. ക്രിയേറ്റ് എ ന്യൂ ഒബ്ജക്റ്റ് സറൗണ്ടഡ് ബൈ അതായത് നമുക്കൊരു പുതിയ ഒബ്ജക്റ്റ് കിട്ടും. നേരത്തെ നമ്മൾ ചെയ്തതെല്ലാം സെയിം ആ ഒരു ഒബ്ജക്റ്റിലാണ് അത് ക്രിയേറ്റ് ആവുന്നത്. ഇതിപ്പോൾ പുതിയൊരു ഒബ്ജക്റ്റ് കിട്ടും, അത് വെച്ചിട്ടുള്ളൊരു ഷേപ്പ് എനിക്ക് ഇവിടെ കിട്ടും. ഞാനിപ്പോൾ ഇത് സെലക്ട് ചെയ്തിട്ട് വെൽഡ് ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഇതിനെ വെൽഡ് ചെയ്താ വെക്കുന്നത്. എന്നാൽ ഈ ക്രിയേറ്റ് ന്യൂ ഒബ്ജക്റ്റ് ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഇതിന് ഒരു മാറ്റവും വരുത്തത്തില്ല. പക്ഷെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുമ്പോൾ എനിക്ക് അതിൽ നിന്ന് ന്യൂ ഷേപ്പ് കിട്ടും. ഇത് അതുപോലെ തന്നെ ഇരിക്കും. ദെൻ എനിക്കിതിൽ കളർ ചേഞ്ച് വരുത്തണം. കളർ ചേഞ്ച് അല്പം വരുത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫിൽ ടൂൾ എടുത്തിട്ട് ജസ്റ്റ്
ഫിൽ ടൂളിൽ ഫൗണ്ടൈൻ ഫിൽ ഡയലോഗ് എടുക്കുക. നമുക്ക് ഇഷ്ടമുള്ളൊരു കളർ ചൂസ് ചെയ്തതിന് ശേഷം കണ്ടോ ഇപ്പോൾ ഒരു ഡബിൾ കളർ ലെയർ പോലെ വരുന്നത്. എനിക്കിനി ഹാഫ് സർക്കിളാണ് വേണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ തന്നെ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഹാഫ് സർക്കിൾ കിട്ടും. ഇനി എനിക്ക് ഹാഫ് സർക്കിൾ വേണ്ട, ആ ഒരു സർക്കിളിന്റെ ഔട്ട്ലൈൻ മാത്രം മതി എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ ആ ഒരു ഔട്ട്ലൈൻ മാത്രമായിരിക്കും കിട്ടുന്നത്. അപ്പം അതിന്റെ യൂസ് എന്താണെന്ന് നോക്കാം. അതായത് ഇപ്പോൾ സർക്കിൾ ടൂൾ എടുത്തതിന് ശേഷം ഞാനൊരു സർക്കിൾ വരച്ചു. അതിൻ്റെ ഹെയർ ലൈൻ, അതിൻ്റെ ബോർഡർ എടുത്ത് ഞാൻ കുറച്ച് കൂട്ടി കൊടുത്തു. ദെൻ ഞാൻ ജസ്റ്റ് ഒരു കളറും ഫില്ല് ചെയ്തു. ഓക്കെ. ദെൻ ഹാഫ് സർക്കിൾ കൊടുക്കുകയാണെങ്കിൽ എനിക്ക് ഹാഫ് സർക്കിൾ പൊസിഷനായിരിക്കും ഇവിടെ കിട്ടുന്നത്. അതിന് എനിക്ക് ഷേപ്പ് ടൂൾ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, എനിക്ക് ഇഷ്ടമുള്ള രീതിക്ക് ചേഞ്ചസ് വരുത്താം. എനിക്ക് ഇതുവരെ മതി, ഇതുവരെയുള്ള ഹാഫ് സർക്കിളാണ് വേണ്ടതെങ്കിൽ അത്രയും ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഹാഫ് സർക്കിൾ കൊടുക്കുക. അപ്പോൾ ആ ഒരു പോർഷൻ കിട്ടും. അല്ലെങ്കിൽ ഈ ഇത്രയും പോർഷൻ മതി. അപ്പോൾ അതിപ്പോൾ ചിലപ്പോൾ ചെയ്യുന്ന സമയത്ത് അത് ഹൈഡായി പോവുകയാണെങ്കിൽ ഹാഫ് സർക്കിളിൻ്റെ ഓപ്ഷൻ ആ പൈ ഷേപ്പ് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു പൈ ഷേപ്പിൽ കിട്ടും. ഇനി ഇതിൻ്റെ എനിക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ കോപ്പി എടുക്കാം. ഡ്യൂപ്ലിക്കേറ്റ് സെയിം ഓപ്ഷൻ നമുക്ക് ഇവിടെ എടുക്കാം. ഞാനിപ്പോൾ ഒരു ഡിഗ്രി കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഫുൾ ഒബ്ജക്റ്റ് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. പിക് ടൂൾ എടുത്തതിന് ശേഷം ഫുള്ള് സെലക്ട് ചെയ്തിട്ട് കമ്പൈൻ കൊടുക്കുക. കൺട്രോൾ L കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഇന്റർസെക്റ്റ് പോയിന്റ് ഇവിടെ കിട്ടും. ഓക്കെ. ദെൻ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഇതിൽ നമുക്ക് ഫില്ല് ചെയ്യുന്നുണ്ടെങ്കിൽ കളർ ഫില്ല് ചെയ്യാം. ബാക്കിയുള്ള ഒബ്ജക്റ്റിൽ ഞാൻ പറഞ്ഞതുപോലെ നമുക്കിവിടെ സ്മാർട്ട് ഫിൽ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ച് ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ഞാൻ റെക്റ്റാങ്കിൾ വരച്ചു. ദെൻ ഇനി എനിക്ക് ഇതിനകത്ത് ഞാനൊരു സർക്കിൾ വരച്ചു. സർക്കിൾ വരച്ചു. ഇനി ഞാൻ ഇത് രണ്ട് ഒബ്ജക്റ്റിനെയും കൂടെ എനിക്ക് ആ ഒരു സർക്കിൾ പോർഷൻ അവിടെ ഒരു ഗ്യാപ്പ് കിട്ടണം. അതിനായിട്ട് എന്ത് ചെയ്യാം, ഞാൻ ഈ രണ്ട് ഒബ്ജക്റ്റും സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ട്രിം കൊടുക്കുകയാണ്. കണ്ടോ, ട്രിം കൊടുക്കുമ്പോഴത്തേക്ക് ഞാൻ ആ കൊടുത്ത ഷേപ്പിന് അവിടെ നിന്ന് ട്രിമ്മായി. ലുക്ക്, എനിക്കിനി ഈ റെക്റ്റാങ്കിൾ മൂവ് ചെയ്താൽ ഈ ഒരു പൊസിഷനിലായിരിക്കും കിട്ടുന്നത്. നമുക്ക് റീഷേപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷേപ്പ് ടൂൾ എടുത്തിട്ട് എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് എന്തെങ്കിലും ഒരു ഷേപ്പൊക്കെ ദെൻ ഷേപ്പ് ടൂൾ എടുത്തിട്ട് നമുക്ക് ഓക്കെ. അപ്പോൾ ഡ്രിമ്മും വെൽഡും ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നെക്സ്റ്റ് നമുക്ക് സ്റ്റാർസ് അതുപോലെയുള്ള ഷേപ്സുകൾ വരയ്ക്കാനായിട്ട് എങ്ങനെയാണെന്ന് നോക്കാം.